മനോഹരമായ ഒരു തെരഞ്ഞെടുപ്പ് കാഴ്ചയോടെയാണ് കാര്യപരിപാടികളിലേക്ക് കടക്കുന്നത്. രാഹുൽജി റാഞ്ചിയിലാണ് ഈ കലാപരിപാടി അവതരിപ്പിച്ചത്. അടുത്ത ആഴ്ച അദ്ദേഹം കേരളത്തിലുണ്ടാവും. പ്രിയങ്കരനായ രാഹുൽജി ഇവിടെ വരണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. 5-ാം തീയതി വരാമെന്നായിരുന്നു അദ്ദേഹം വാക്ക് നൽകിയത്. ഇപ്പോൾ 12-ാം തീയതി കാലത്ത് മംഗലാപുരം വഴി അദ്ദേഹം ഇവിടെ വീട്ടിലേക്ക് മാത്രമായിട്ട് അദ്ദേഹം വരുമെന്ന കാര്യം നിങ്ങൾ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങുമെന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം. ഏത് വീട്ടിൽ മനസ്സിലായില്ലേ? പെരിയയിലെ രക്തസാക്ഷികളുടെ വീട്ടിൽ. 12-ാം തീയതി രാവിലെ രാഹുൽ ഗാന്ധി, ഇന്ത്യയുടെ പ്രതീക്ഷയായ രാഹുൽ ഗാന്ധി കൃപേഷിന്റെയും ശരത്ലാലിന്റെയും വീട്ടിൽ എത്തിച്ചേരും. ഇന്ന് രാഹുൽ ഗാന്ധിക്ക് ഇവിടെ വരാൻ കഴിയും, പിണറായി വിജയന് വരാൻ കഴിയില്ല. അതാണ് വ്യത്യാസം. അതെങ്ങനെ വരും? പെരിയ നിങ്ങളുടെ കീഴിലുള്ള സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് അല്ലേ? ആലുവ റിപ്പബ്ലിക്ക്, പന്തളം റിപ്പബ്ലിക്ക്, പെരിയ റിപ്പബ്ലിക്ക്, അങ്ങനെ എത്രയെത്ര സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കുകളാണ് കേരളത്തിലുള്ളത് എന്നതിന് വല്ല കണക്കുമുണ്ടോ? പാവം മുഖ്യമന്ത്രി, അദ്ദേഹത്തെ വിട്, നിങ്ങൾ വന്ന കാര്യം നടക്കട്ടെ. ഇന്ന് 41 കേന്ദ്രങ്ങളിൽ MLA-മാർ, മുൻ MLA-മാർ, നേതാക്കൾ, മഹിളാ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ലതിക സുഭാഷും മഹിളാ കോൺഗ്രസിന്റെ മുൻ പ്രസിഡന്റ് ബിന്ദു കൃഷ്ണ ഉൾപ്പെടെ നിരവധി നേതാക്കന്മാർ, 41 പേർ, ഞങ്ങൾ എല്ലാവരും, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, കുഞ്ഞാലിക്കുട്ടി, ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഇന്ന് കാസർഗോഡിന്റെ വിവിധ പഞ്ചായത്തുകളിൽ ഞങ്ങൾ ജനങ്ങളെ കാണാനാണ്. ഞാനും കുഞ്ഞാലിക്കുട്ടിയും കാസർഗോഡ് ടൗണിലായിരുന്നു. ആരും ചോദിക്കാതെ തന്നെ ആളുകൾ വന്ന് ഞങ്ങൾ നീട്ടിയ ബക്കറ്റിലേക്ക് പണം ഇടുകയാണ്. ഇതുപോലെ 42 കേന്ദ്രങ്ങളിൽ 42 കേന്ദ്രങ്ങളിൽ UDF പ്രവർത്തകന്മാർ വീടാന്തരം കയറി, കടകൾ കയറി, കിട്ടുന്ന പണം സ്വരൂപിച്ച് ഈ വീട്ടിൽ ഈ 2 കുടുംബങ്ങളെയും സംരക്ഷിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ജനങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ല സഹകരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ സാമ്പത്തിക സ്ഥിതിയും അവരുടെ വീടിൻ്റെ വലുപ്പവും അതിൻ്റെ ദയനീയ അവസ്ഥയും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്. ജനങ്ങളുടെ ഹൃദയമാണ് അവർ തരുന്നത്, കാശല്ല, ജനങ്ങളുടെ ഹൃദയമാണ് അവർ തരുന്നത്. രാഷ്ട്രീയമായി ഇവർ കേൾക്കാവുന്ന ഏറ്റവും വലിയ പ്രഹരമാണ് പെരിയ കൊലക്കേസ്. ഈ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഫലം കാണാൻ കഴിയും. അത് ഞങ്ങൾ ഈ സന്ദർഭത്തിൽ ജനങ്ങളുടെ ഹൃദയം വാങ്ങാനാണ് ഞങ്ങൾ ഈ കാസർഗോഡ് ടൗണിൽ നിൽക്കുന്നത്. ജനങ്ങളുടെ കാശ് വാങ്ങാനല്ല, വോട്ട് വാങ്ങുന്ന കാര്യം ആലോചിച്ചിട്ടേ ഇല്ല. ഹൃദയം വാങ്ങാൻ, ഹൃദയം, അതുമാത്രം മതി. ഞാനും MM ഹസനും രാവിലെ ഞങ്ങൾക്കാണ് ഡ്യൂട്ടി ചങ്കട പഞ്ചായത്തിലായിരുന്നു. 10 മണി മുതൽ 2:30 മണി വരെ ഞങ്ങൾ ഓരോ കടയിലും കയറി ഇറങ്ങി. ഇവിടെ രമേശ് ചൂണ്ടിക്കാണിച്ചതുപോലെ ചില കടകളിൽ ചെല്ലുന്ന സമയത്ത് അതിൻ്റെ ഉടമസ്ഥൻ അവരൊരു സംഭാവന നൽകി, പിന്നെ ഞങ്ങൾ പിന്നെ പോകട്ടെ എന്ന് വിചാരിച്ചിറങ്ങുമ്പോൾ
ആ കടയിൽ ചുമട്ട് ജോലി ചെയ്യുന്ന തൊഴിലാളികൾ, അവിടെ പാക്ക് ചെയ്ത് കൊടുക്കുന്ന തൊഴിലാളികൾ, അവരെല്ലാം മടക്കി വിളിച്ച് അവരുടെ കയ്യിലുള്ള ഏതാനും പണം അതിലിടുന്നു. ഒരുപക്ഷെ സാമ്പത്തിക ശക്തിയുള്ള ഒരാൾ എത്ര പണം തന്നാലും അതിനേക്കാൾ മൂല്യമുള്ള പണമാണ് ആ പാവപ്പെട്ട തൊഴിലാളികൾ പീടികയിൽ ജോലി ചെയ്യുന്നവർ ചെയ്തിട്ടുള്ളത്. അവർ ഹൃദയം ചേർത്ത് വെച്ചതാണ്. അവരുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങളാണ് ഇന്ന് UDF ആവിഷ്കരിച്ചിട്ടുള്ള ഈ പരിപാടിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. അതാണ് ഹൃദയശേഖരണ നിധിയാണിത്. ഇനി ഈ ഹൃദയങ്ങളൊക്കെ കൊണ്ടുപോയി വോട്ടാക്കി മാറ്റിയിട്ട് വേണം. ഇതുപോലെയുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ കൊണ്ട് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് മുന്നോട്ട് പോകാമെന്നാണോ അവർ കരുതുന്നത്? അധികാരം കയ്യിലുണ്ടെന്ന് കരുതി രാഷ്ട്രീയ പ്രതിയോഗികളെ മുഴുവൻ വകവരുത്തി കളയാം എന്നുള്ള തെറ്റായ ധാരണയാണ് പിണറായി വിജയൻ ഉള്ളതെങ്കിൽ അതിന് പിണറായി വിജയൻ കനത്ത വില കൊടുക്കേണ്ടി വരുമെന്ന് തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് കേരളമാണ്. ഇതിനേക്കാൾ വലിയ ഏകാധിപതികളെയും ഇതിനേക്കാൾ വലിയ സർവാധിപത്യം നടപ്പാക്കിയവരെയും ജനങ്ങൾ നേരിട്ട സംസ്ഥാനമാണ് കേരളം. അത് കറക്റ്റ്. സർ CP രാമസ്വാമി അയ്യരെയും സാക്ഷാൽ K കരുണാകരനെയും നേരിട്ട നാടാണ് കേരളം.